Hello, welcome back to yet another vlog and I hope you guys all are doing great. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ആസ് യൂഷ്വൽ നമ്മളുടെ കാഷ്വലായിട്ട് നമ്മൾ ചെയ്യുന്ന ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് അല്ല ഇന്ന്. നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കാണ് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം. അത് നടന്നപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിക്കാണ് നമ്മുടെ ചാനൽ ഫൈനലി മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ 5K ഫാമിലി ആയി. അപ്പോൾ ഈ കുറേ സന്തോഷങ്ങളെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് എൻ്റെ യൂട്യൂബ് ഇൻകം, അതുപോലെ തന്നെ നിങ്ങൾ എന്നെ പോലെ ഒരു ചെറിയ യൂട്യൂബറെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസ് ആവാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ്. കാരണം ഈ 1-2 ടിപ്സ് വെച്ചിട്ടാണ് എനിക്കിതാ ഇപ്പോൾ മോണിറ്റൈസ് ആയിട്ടുള്ളത്. വേറൊന്നുമല്ല, നമ്മൾ 365 ഡേയ്സിനുള്ളിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ആക്കണം. പക്ഷേ എൻ്റെ 11th മന്തിലാണ് ഞാനിത് കംപ്ലീറ്റ് ആക്കുന്നത്. സോ ഞാൻ എൻ്റെ 11th മന്തിൽ ഇംപ്ലിമെന്റ് ചെയ്തൊരു ഒരു ട്രിക്ക് വെച്ചിട്ടാണ് എനിക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആയത്. സോ അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ പോലെ ഒരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നുള്ളവരാണെങ്കിൽ ഷുവർ ആയിട്ടും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇഫ് യു ആർ ന്യൂ ഹിയർ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 years ഒക്കെ ആയിട്ടുണ്ട്. എൻ്റെ അടുത്ത് 2 യൂട്യൂബ് ചാനലാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ് എൻ്റെ സെക്കൻഡ് ചാനൽ. ഇതിനു മുമ്പ് എൻ്റെ അടുത്ത് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അതുവഴിയാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ടാക്കുന്നത്. ഈവൻ എനിക്ക് യൂട്യൂബിനോടൊരു ആഗ്രഹം വന്നത്, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഞാൻ ഇപ്പോഴും ഇൻട്രോവേർട്ടാണ്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ സംസാരിക്കുള്ളൂ. നേരിട്ട് സംസാരിക്കുന്നത്, ഫോൺ വിളിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ്. അപ്പം നല്ല എനിക്കിങ്ങനെ വീഡിയോയിൽ വരാനും സംസാരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആ ഒരു ടൈമിലാണ്, ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞ ടൈമിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈവൻ അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. എനിക്കൊന്നും അറിയില്ല, ഫ്രം സീറോ സ്കിൽസിൽ നിന്നാണ് ഞാൻ ഇത്ര ഡെവലപ്പാക്കി എടുത്തത്. എനിക്ക് എഡിറ്റിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അറിയാമല്ലോ, നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തേ പഠിക്കുള്ളൂ. അപ്പോൾ അതുപോലെ ഞാൻ പഠിച്ചെടുത്ത ഒരു സ്കില്ലാണ് എഡിറ്റിംഗ് എന്നുള്ളത്. ഞാൻ ഇപ്പോഴും ഭയങ്കര ഒരു എഡിറ്ററാണെന്നല്ലാട്ടോ പറയുന്നത്. പക്ഷെ എനിക്ക് എൻ്റേതായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വരാൻ വന്നത്, ഞാനപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തു, മാരേജ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ മിക്സഡ് കണ്ടൻസ് ആണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചിലപ്പോൾ ബില്ലുമായിട്ട് കപ്പിൾ ചാലഞ്ച് ചെയ്യും, ട്രാവൽ വ്ളോഗ് ചെയ്യും. ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. മേക്കപ്പ് വീഡിയോസ്, റിയാക്ഷൻ വീഡിയോസ്, ഇങ്ങനെ ഒരുപാട് എക്സ്പെരിമെൻറ്റ് ചെയ്തൊരു ചാനലായിരുന്നു അത്. ഈ കിട്ടുന്ന വരുമാനം മാത്രമല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ വരുമാനം നോക്കുന്നില്ല എന്നൊന്നുമല്ല, നമ്മളൊരു കാര്യം ചെയ്യുന്നത് ഭയങ്കര ഒരു പാഷന് പുറത്തൊന്നുമല്ല. നമുക്ക് കിട്ടാൻ പറ്റുന്ന അത്രത്തോളം നമുക്ക് ഇൻകം നമ്മൾ പല സോഴ്സിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈവൻ ഒരു ജോബ് ആയാലും നമുക്ക് എത്ര നാൾ നമുക്ക് അതിൽ നിൽക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ നമ്മൾ മൾട്ടിപ്പിൾ ഇൻകം ഉണ്ടാക്കിയെടുക്കണം. അതെൻ്റെ ഒരു മൈൻഡിലുള്ളൊരു കാര്യമാണ്. സോ അങ്ങനെയൊക്കെയാണ് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോസ് ഇട്ടത്. പക്ഷെ ആ ടൈമിലൊന്നും റീച്ച് ആയില്ല. അത്യാവശ്യം കുറച്ചാൽ വീഡിയോസ്, ഹോൾ വീഡിയോസ് ഒക്കെ റീച്ചായി. പക്ഷെ നമുക്ക് ഡെയിലി ഹോൾ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെ നാട്ടിലല്ല. ആ ചാനൽ ഒരു 365 ഡേയ്സ് ആയപ്പോഴും മോണിറ്റൈസ്ഡ് ഒന്നും ആയില്ല. പിന്നെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ 365 ഡേയ്സിൽ മോണിറ്റൈസ് ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ഓരോ മന്തിലെ വാച്ച് അവേഴ്സ് വെച്ച് ബാക്കിലോട്ട് കുറഞ്ഞു വരും. സോ അങ്ങനെ കുറഞ്ഞു പോകുമ്പോൾ എന്താ ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു വീഡിയോ അത്ര റീച്ച് ആയി കഴിഞ്ഞാലാണ് അത് ടാലി ആയിട്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവണം. നമ്മുടെ ചാനലൊന്നും അത്ര റീച്ച് ആവുന്നില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് അതിനുള്ള വിശ്വാസമൊക്കെ പോയി. ഞാൻ ഭയങ്കര ഡിപ്രസ്ഡായി. എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കണ്ട, എന്തിനാ ചെയ്തത് എന്നുള്ളൊരു മൈൻഡായി. പക്ഷേ എല്ലാ ടൈമിലും എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്, ബില്ലുവാണ്. കാരണം ബില്ലു ഇങ്ങനെ എൻ്റെ പുറകെ നിന്ന് ഇങ്ങനെ പറയും, നിന്നെ കൊണ്ട് പറ്റും, നീ ചെയ്യ്, നീ സ്റ്റോപ്പ് ചെയ്യില്ലേ, കൺസിസ്റ്റൻ്റ് ചെയ്യുന്നത് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് നടക്കുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ടയർഡായ എൻ്റെ പ്രഗ്നൻസി ടൈമൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു യൂട്യൂബ് എന്തായാലും ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബ് നിർത്തി. അതിനുശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുന്നത്, ഹാലൊക്കെ കുറച്ച് 1 year ഒക്കെ ആവാറായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇൻസ്റ്റഗ്രാമാണ് കേട്ടോ. അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എന്താണ് ഞാൻ തുടങ്ങുക എന്നുള്ള ഒരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ജേർണി സ്റ്റാർട്ടാക്കുന്നത്. സോ അതിൽ ഞാൻ റാൻഡം വീഡിയോസൊക്കെ ചുമ്മാ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ചായപ്പോൾ എൻ്റെ മനസ്സിലായി, ഇങ്ങനെ നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാം. അപ്പോൾ എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ എനിക്ക് തന്നെ ഇഷ്ടമാകുന്നുണ്ട്. സോ അങ്ങനെ ഷോപ്പിംഗ് വ്ളോഗ്, ഗ്രോസറി വ്ളോഗ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്താണ് എന്തായത്
നമ്മുടെ ചാനൽ 10K ആയത്. ഈ ടൈമിൽ എൻ്റെ അടുത്ത് എന്നെ ഇഷ്ടമുള്ള കുറേ പേര് പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ എന്തായാലും വീഡിയോ ഇടാണ്. സോ അതിൽ നിന്ന് എനിക്ക് ഇൻകം വരുന്നുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും കഷ്ടപ്പെടുവാണ്. സോ യൂട്യൂബിലൂടെ പോസ്റ്റ് ചെയ്യും. ഈ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ തന്നെ സിമിലർ ആയിട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും. ചെറിയ ചെറിയ വ്ളോഗൊക്കെ എടുക്കുക. അപ്പോൾ അതിൽ നിന്നൊരു ഇൻകം കിട്ടുമല്ലോ, സോ ബെറ്റർ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എന്നെ ഇഷ്ടമല്ല. ഞാൻ ഇപ്പോഴും കുറേ പേരൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ പേര് എന്നോട് പറഞ്ഞു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ. അപ്പോൾ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാര്യം എന്താണെന്ന് അറിയില്ല, എത്രത്തോളം ഷൂട്ട് ചെയ്യണം, എങ്ങനെ ഷൂട്ട് ചെയ്യണം, അതൊന്നും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അങ്ങനെ കുറേ പേരുടെ മോട്ടിവേഷനും എൻ്റെ ഹസ്ബൻഡിൻ്റെ മോട്ടിവേഷനും കണ്ടിട്ട് ഞാൻ എന്തായാലും ചാനൽ തുടങ്ങാം വിചാരിച്ചു. അങ്ങനെ വിത്ത് 0 സബ്സ്ക്രൈബേഴ്സ് തുടങ്ങിയ ഒരു ചാനലാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനൽ. അപ്പോൾ ഇത് തുടങ്ങുമ്പോഴും യാതൊരു ഐഡിയ ഇല്ല. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന സെയിം കോണ്ടന്റ് തന്നെ യൂട്യൂബിലും ഷോർട്ടായിട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ യൂട്യൂബിൽ കുറച്ചൊക്കെ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കയറി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു 1-2 വീഡിയോസ് ഇട്ട് നോക്കാം. അങ്ങനെ വിചാരിക്കുന്ന ടൈമിൽ എനിക്ക് കൂടുതൽ മേക്കപ്പൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ മേക്കപ്പ്, സ്കിൻ കെയർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു. അപ്പോൾ എൻ്റെ അന്നത്തെ വീഡിയോയുടെ ലെങ്ത്ത് അറൗണ്ട് 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് അത്രയൊക്കെ ഞാൻ ഇടുള്ളായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ ഇട്ട് തുടങ്ങിയപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി കുറച്ച് ലോങ് ലെങ്ത്തുള്ള വീഡിയോസ് ഇടുക, നന്നായിട്ട് വരുന്നുണ്ട്, പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്ത് ഈവൻ ഇപ്പോൾ ഞാൻ മോണിറ്റൈസ്ഡ് ആയത് 11th മന്തിലാണ്. അതായത് ചാനൽ തുടങ്ങിയിട്ട് 11th മന്തിൽ. അതിന് മുമ്പ് ഒരു 10 മാസം മുമ്പത്തെ ഒരു കാര്യം പറയാം. ഇങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. എനിക്ക് തോന്നുമ്പോഴൊക്കെ പോസ്റ്റ് ചെയ്യും. എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഇവൻസിൽ പോസ്റ്റ് ചെയ്യും. അതല്ലാതെ കൺസിസ്റ്റൻ്റ്ലി പോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. മേ ബി ചിലപ്പോൾ ചില ഒരു മൈൻഡിലൊക്കെ ഇരിക്കുമ്പോൾ വീക്കിലി ഒരു 3 വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ പിന്നെ വീക്കിലി പോസ്റ്റ് ചെയ്യേയില്ല. അങ്ങനെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഈ ഒരു ചാനലും ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് ഇതും എനിക്ക് ഇതിൽ നിന്നും ഒരു ഇൻകം ഒന്നും കിട്ടുന്നില്ല. ഇത് ലൈക്ക് എന്താന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻകം മാത്രം നോക്കിയിട്ടല്ല, എങ്കിൽ പോലും നമുക്കൊരു മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് എത്ര വേണ്ടെന്ന് പറഞ്ഞാലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു കാര്യം അവസാന നിമിഷം വെച്ചിട്ട് എൻ്റെ അടുത്ത് നിന്ന് ഇതും പോകാലോ എന്നുള്ളൊരു മൈൻഡ് വന്നു. അപ്പോൾ ആ ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തന്ന ഒരു ട്രിക്കാണ് കേട്ടോ ഞാൻ എൻ്റെ ചാനലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ്സ് റിയലി ഹെൽപ്പ് മീ. ആര് ചോദിച്ചാലും എങ്ങനെയാണ് നമ്മൾ കൂടുതൽ വ്യൂസ് കിട്ടുക എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. കാരണം മില്യൺ അല്ലെങ്കിൽ ലക്ഷം വ്യൂസ് ഒന്നും ഇല്ല, പക്ഷേ എനിക്ക് കിട്ടുന്ന വ്യൂസ് എനിക്ക് ഓക്കെയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ എത്തിച്ചേർന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അങ്ങനെ ഈ 10 മാസം ഞാനിങ്ങനെ ഇടയ്ക്ക് വീഡിയോ ഇടാണ്ടിരിക്കും. അങ്ങനെ പോയി എൻ്റെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഓൾമോസ്റ്റ് ഒരു 3000 സംതിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഇങ്ങനെ ബില്ലുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഈ ചാനൽ മോണിറ്റൈസ്ഡ് ആവാൻ തോന്നുന്നില്ല. വേറൊന്നുമല്ല, കഷ്ടപ്പെട്ട് ചെയ്ത വീഡിയോസിൻ്റെ വാച്ച് അവേഴ്സ് കുറഞ്ഞു പോകുന്നത് കാണുമ്പോൾ ഉള്ളൊരു ഭയങ്കര വിഷമം തന്നെ. അപ്പോൾ ഞാൻ അതിങ്ങനെ പറഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അതായത് എൻ്റെ അടുത്ത് കുറച്ച് പേരെങ്കിലും കമൻസിൽ പറയുന്ന കാര്യം ലെങ്തി വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കാണാൻ ഇഷ്ടമാണെന്ന് പറയും. എങ്കിൽ പോലും എനിക്ക് ലെങ്തി വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ഉള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും എനിക്ക് അത്ര ധൈര്യമൊന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞത്, നീ അത്ര പേര് പറയുന്നതല്ലേ, നീ ലെങ്തി വീഡിയോസ് ചെയ്യുക, നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നീ ജസ്റ്റ് വീഡിയോസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് പുള്ളി പറഞ്ഞ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞാൽ, ട്രിക്കൊന്നും ആണെന്ന് തോന്നുന്നില്ല, എന്നാലും ഞാൻ എൻ്റെ ചാനലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുക. അതൊരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 12 മിനിറ്റ്സ് എങ്കിലും പോസ്റ്റ് ചെയ്യുക. അങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്ത്, അതായത് ഇപ്പോൾ മൺഡേ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ട്യൂസ്ഡേ പോസ്റ്റ് ചെയ്യില്ല, പറ്റില്ല നമുക്ക് അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് ട്യൂസ്ഡേ വീഡിയോ എടുക്കും, എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വെനസ്ഡേ പോസ്റ്റ് ചെയ്യും, ദെൻ തേഴ്സ്ഡേ പോസ്റ്റ് ചെയ്യില്ല, ഫ്രൈഡേ പോസ്റ്റ് ചെയ്യും. അങ്ങനെ വീക്കിലി ഒരു 3 or 4 അങ്ങനെ മാറി എന്തായാലും 3 കുറയാണ്ട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യും. അതുപോലെ നമ്മൾ വീഡിയോസ് ഇടാത്ത ഡേയ്സിൽ ഷോർട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതുവഴി നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ റീച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടും. അങ്ങനെ ഞാൻ കൺസിസ്റ്റൻ്റ്ലി ഒരു 1 മന്ത് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. ഓരോ ദിവസം ഇടവിട്ട് പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോയ്ക്ക് നമ്മൾ ഒരു 5K ഫോളോവേഴ്സ്, 5K ഒന്നും കാണേണ്ട, ഒരു 3K ഒക്കെ കണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ലെങ്ത്തുള്ള വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ ആൾക്കാർ കുറച്ച് കണ്ടാലും ആ കാണുന്നതിൽ നിന്ന് കിട്ടുന്ന വാച്ച് അവേഴ്സ് കൂടുതലായിരിക്കും. നമ്മുടെ ചെറിയൊരു വീഡിയോ ആണെങ്കിൽ ചെറിയ വീഡിയോസ് എത്രത്തോളം ആൾക്കാർ കണ്ടാലും അതിൽ നിന്ന് കിട്ടുന്ന വാച്ച് അവർ കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും ലെങ്ത്തുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുക,
ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ കൺസിസ്റ്റൻ്റ്ലി വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വീഡിയോയിൽ തന്നെ അറൗണ്ട് ഒരു 100-150 വാച്ച് അവേഴ്സ് ഒക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോഴത്തേക്കും എൻ്റെ ഒരു 10 മന്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു 2000 വാച്ച് അവേഴ്സ് ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ അത് 10 മാസം കൊണ്ടാണ് ഞാൻ 2000 വാച്ച് അവേഴ്സ് ഉണ്ടാക്കിയെങ്കിൽ വെറും 1 മന്ത് കൊണ്ട് ഞാൻ ബാക്കിയുള്ള 2000 വാച്ച് അവേഴ്സ് അവിടെ ഉണ്ടാക്കിയെടുത്തു. അതായത് ഇങ്ങനെ വീഡിയോസ് ഇട്ടും ലെങ്ത്തുള്ള വീഡിയോസ് ഇടും. അപ്പോൾ ഒരു 3K എങ്കിലും മിനിമം വെച്ച ആളുകൾ കാണും. അപ്പോൾ 3K കാണുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 150 വാച്ച് അവേഴ്സ് ഒക്കെ കിട്ടും. അങ്ങനെ 150 വാച്ച് അവേഴ്സ് ഞാൻ ഇത്ര ഒരു 1 മന്തിൽ ചെയ്തപ്പോൾ ഓരോ വീഡിയോസിന് കിട്ടിയപ്പോൾ ഒറ്റയടിക്ക് മോണിറ്റൈസ്ഡ് ആയി. 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയി. അങ്ങനെ കംപ്ലീറ്റ് ആവുന്ന ടൈമിലൊക്കെയാണ് പിന്നെ എൻ്റെ വീഡിയോസിനൊരു 20K, 11K, 10K അങ്ങനെയൊക്കെ റീച്ച് ആയി തുടങ്ങിയത്. അതും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ടതിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങളൊരു ചാനലുണ്ട്, നിങ്ങൾക്ക് ഇതുവരെ മോണിറ്റൈസ്ഡ് ആയിട്ടില്ല, ആവാൻ ആഗ്രഹമൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ്ലി വീഡിയോ പോസ്റ്റ് ചെയ്യുക, ലെങ്ത്തുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുക. നമ്മളിതൊരു ഗോളായിട്ട് സെറ്റ് ചെയ്യുക. നമ്മൾ മടി പിടിക്കുകയേ ചെയ്യരുത്. കൺസിസ്റ്റൻ്റ്ലി വീഡിയോ പോസ്റ്റ് ചെയ്യുക, ലെങ്തി വീഡിയോ പോസ്റ്റ് ചെയ്യുക. എന്തായാലും മോണിറ്റൈസേഷൻ എനേബിൾ ആവും. നമ്മൾ ഷോർട്ട് വീഡിയോസിൽ കൂടെയാണ് നമുക്ക് കൂടുതലും സബ്സ്ക്രൈബേഴ്സ് കിട്ടുക. അപ്പോൾ ഷോർട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ വീഡിയോസ് ഇടാത്ത ദിവസങ്ങളിൽ ഷോർട്ട് വീഡിയോസ് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ലോങ് വീഡിയോസ്, നല്ല ലെങ്ത്തുള്ള വീഡിയോസ് നമ്മളിങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷുവറായിട്ടും വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആവും. സോ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ ഒരു 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആക്കിയത്. ബട്ട് ഇതുവരെ ഞാൻ എൻ്റെ പേയ്മെൻ്റ് ഒന്നും ഇതിൽ നിന്ന് എടുത്തിട്ടില്ല. എനിക്ക് വന്നിട്ടുള്ള പേയ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് $100 ആയാലാണ് നമുക്ക് പേയ്മെൻറ്റ് നമുക്ക് വലിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ കയ്യിൽ കാണിക്കുന്ന പേയ്മെൻറ്റ് മിനിമം $70 ആയാലും എടുക്കാൻ പറ്റുന്നതാണ്. സോ എനിക്ക് ഞാൻ ഈ മോണിറ്റൈസ് ആയി കഴിഞ്ഞപ്പോൾ കുറേ പേര് ചാനൽ നോക്കിയിട്ട് ഒന്നുകൂടെ ഡിപ്രസ്ഡ് ആയി. കാരണം നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോസിനൊക്കെ കിട്ടുന്നത് 1Kക്ക് കിട്ടുന്ന $0.01 ആണെന്നൊക്കെ കുറേ പേര് പറഞ്ഞു. അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ ചാനൽ കാണാൻ കഴിഞ്ഞത്, എനിക്ക് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ഫീച്ചേഴ്സിനെ പറ്റി ഒരുപാട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. കാരണം കോപ്പിറൈറ്റ് വരും, കറക്റ്റ് എമൗണ്ട് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ അപ്രോക്സിമേറ്റ് ആയിട്ട് പറയാം. അതായത് ഒരു വീഡിയോയ്ക്ക് എന്നോട് പറഞ്ഞാലല്ല, നമ്മൾ ഈ കുറേ പേര് യൂട്യൂബിൽ ചെയ്തേക്കുന്നത് കണ്ടത് ഒരു 1K വ്യൂസിന്, അതായത് പെർ വ്യൂസിനാണ്, അതായത് 1K വ്യൂസിനാണ് നമുക്ക് ഇത്ര $. തരുന്നത്. അപ്പോൾ ഒരു വീഡിയോ ഒരു 3K വ്യൂസ് കണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ആ 1K വ്യൂസ് × 3 വെച്ചിട്ടുള്ള ഒരു വാല്യൂയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കണ്ടെടുത്തൊക്കെ എല്ലാവരും പറഞ്ഞേക്കേണ്ടത് ഒരു 1K വ്യൂസിന് കിട്ടുന്നത് $0.01 എന്ന് പറയുന്നത് 8 രൂപയാണ്. അങ്ങനെ എന്തൊക്കെ ഒരു കണക്കൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് എൻ്റെ ചാനലിൽ കാണാൻ പറ്റിയത് ഇതുവരെ കേട്ടോ, ഇനിയിപ്പോൾ അടുത്ത എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഒരു 1K വ്യൂസിന് എനിക്ക് $1 അടുത്ത് $1 അതിൻ്റെ മുകളിലേക്കൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അതായത് 1K വ്യൂസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ചില വീഡിയോസൊക്കെ 10K വരെ പോകും. ചില വീഡിയോസ് നമുക്കിപ്പോൾ മിനിമം എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു 6K വ്യൂസൊക്കെയാണ്. അപ്പോൾ ഒരു വീഡിയോയിൽ എനിക്കൊരു $6, $7, മാക്സിമം ഒരു $15 അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഒരു വീഡിയോയിൽ നിന്ന് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വീഡിയോയുടെ ലെങ്ത്തും അതുപോലെ നമ്മുടെ വീഡിയോയിൽ എത്രത്തോളം ആഡുകൾ അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കൂടുതൽ ആഡുകൾ വരണമെങ്കിൽ നമ്മുടെ വീഡിയോസിന് കൂടുതൽ ലെങ്ത് ഉണ്ടാവണം. അതാണൊരു പോയിന്റ്. അപ്പോൾ എനിക്ക് എൻ്റെ ചാനലിൽ വന്നിട്ടുള്ളത് $70 വെച്ച് ആയിക്കഴിഞ്ഞാൽ ക്യാഷ് വിഡ്രോ ചെയ്തെടുക്കാം എന്നുള്ള ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ വിഡ്രോ ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ കുറച്ചുകൂടെ കഴിയട്ടെ, എൻ്റെ ഒരു സേവിങ്സ് പോലെ അത് അവിടെ കിടക്കട്ടെ, ആരും എടുത്തോണ്ടൊന്നും പോയില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1 മന്ത് ആവുന്നുള്ളൂ ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട്. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് എനിക്ക് ഒരു നാട്ടിലെ ഒരു എമൗണ്ട് വെച്ചിട്ട് പറയാം. നാട്ടിലെ എമൗണ്ട് ഒരു 6K to 8Kയുടെ ഇടയിലുള്ള എമൗണ്ട് ആയിട്ടുണ്ട്. അത് 1 മന്തിനുള്ള എമൗണ്ട്. നമ്മൾ വീഡിയോസ് കൂടുതലിട്ട് കഴിഞ്ഞാൽ ഷുവറായിട്ട് നമുക്ക് കൂടുതൽ മണി നമുക്ക് കിട്ടും. പക്ഷേ വീഡിയോസ് ഇടണം, ലെങ്തി വീഡിയോസ് തന്നെ ഇടണം. നമ്മൾ കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് പേര് കണ്ടാലും കുഴപ്പമില്ല, ലെങ്ത്തുള്ള വീഡിയോസിന് ആഡ് കൂടുതൽ കയറി വരും. സോ അതിൽ നിന്നാണ് നമുക്ക് ഇൻകം കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരുടെ ചാനൽ കണ്ടിട്ട് ഇപ്പോൾ മോണിറ്റൈസ്ഡ് ആയിട്ട് എന്താ കാര്യം, ഇത്ര എമൗണ്ട് 0.01 ഒക്കെ കിട്ടുന്നുള്ളൂ വിചാരിച്ച് വിഷമിക്കണ്ട. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഏതെങ്കിലുമൊക്കെ വീഡിയോസ്. ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് എൻ്റെ ഈ മോണിറ്റൈസേഷനൊക്കെ ആയി കഴിഞ്ഞിട്ടുള്ള വീഡിയോസിനാണ് എനിക്ക് മോസ്റ്റ്ലി വന്നിട്ടുള്ളത്. കൂടുതലും $1 മുകളിലൊക്കെ 1K വ്യൂസിന് വരുന്നുണ്ട്. അതിന് മുമ്പ് പഴയ വീഡിയോസിനൊക്കെ ഈ പറഞ്ഞ പോലെ 0.01 ഒക്കെ ഉള്ളൂ. പക്ഷേ അത് നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഇനിയുള്ള ജേർണി നോക്കിയാൽ മതിയല്ലോ. വലിയൊരു എമൗണ്ട് ഒന്നും അല്ല. പക്ഷെ നമ്മളുടെ എല്ലാ ചില്ലറ കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. ബട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം നമ്മൾ ചെറിയ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് വലിയ ലെങ്ത്തുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുക.
അതുപോലെ തന്നെ ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ലെങ്തി വീഡിയോസ് പോസ്റ്റ് ചെയ്യുക, ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, ഷോർട്സ് പോസ്റ്റ് ചെയ്യുക, ഇടയ്ക്ക് നമ്മൾ ഈ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാത്ത ദിവസം ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യം തന്നെ പറയുന്നുണ്ടോ എന്നൊരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലവരുടെ അക്കൗണ്ടിൽ $100 ആയാലേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, കാരണം ഞാനൊരു വിഡ്രോ ചെയ്തിട്ടില്ല. ഇനി വിഡ്രോ ചെയ്യാനുള്ള ടൈമിൽ വല്ലതും $100 ആവുമെന്ന് പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കയ്യിൽ കിടക്കുന്ന പേയ്മെൻറ്റ് മിനിമം എന്ന് പറയുന്നത് $70 ആണ്. $70 ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് വലിക്കാൻ പറ്റും, എടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് $70 ആയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ എടുക്കുന്നില്ല കേട്ടോ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഒരു കാര്യത്തിന് എന്തെങ്കിലും ചെയ്യാം, അത് ആലോചിച്ചിട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. സോ അതുകൊണ്ട് ഞാനിപ്പോൾ അതെന്തായാലും അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇൻ കേസ് എന്തായാലും ഞാനത് വെച്ച് ചെയ്യുന്ന എന്ത് കാര്യം ചെയ്താലും അതും ഞാൻ നിങ്ങളായിട്ട് എന്തായാലും ഷെയർ ചെയ്യും. എനിക്ക് കറക്റ്റായിട്ട് ഒരു വാല്യൂ ഇങ്ങനെ പറയാൻ പറ്റില്ല അതിൽ ഇത്ര ഡോളർ ആയിരുന്നു. പക്ഷെ അപ്രോക്സിമേറ്റ്ലി ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്ര ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് ചെറിയൊരു മോട്ടിവേഷൻ, നമ്മളെ ആരും നമ്മുടെ പുറകിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. നമ്മളത് നിങ്ങൾ രക്ഷപ്പെടും അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടും എന്ന് പറയാൻ നമ്മളെ അടുത്ത് ചുറ്റും നിന്ന് ചിരിക്കുന്നവർ പോലും മേ ബി സംടൈംസ് നമ്മുടെ ഏറ്റവും വലിയ എനിമീസ് ആയിരിക്കാം. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ ലൈഫിൽ അങ്ങനെ കുറേ പേരുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, നല്ലത് വന്നു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയാൻ ആരും ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനേ ആൾക്കാരുണ്ടാവുള്ളൂ. സോ അങ്ങനെയുള്ളവരെ നമ്മളെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക. നമ്മളെ ജെന്യുവനായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് ഉള്ളവരടുത്ത് മാത്രം നമ്മൾ ഷെയർ ചെയ്യുക കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വേറെ ആരുമില്ല. എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡാണ്. അത് ഞാൻ എത്ര ഇരുട്ടത്ത് കിടന്ന് വേണമെങ്കിലും പറയും. ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന്. കാരണം ഫ്രം 0 സബ്സ്ക്രൈബേഴ്സ് ടു 5K ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹാർഡ് വർക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ മോട്ടിവേഷനും കൊണ്ട് മാത്രമാണ് കേട്ടോ. അത് എനിക്ക് എവിടെയും പറയാം, ആരുടെ മുമ്പിലും പറയാം. ആരൊക്കെ നമ്മൾ വീഡിയോ ചെയ്യും, ഇപ്പം നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് വീഡിയോ ചെയ്യുന്നുണ്ടോ അതൊക്കെ പറഞ്ഞൊരു പുച്ഛഭാവം, ഒരു കളിയാക്കുന്ന ഭാവം, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്കൊന്നും എത്താൻ കൂടെ പറ്റാത്ത അത്രയും നമ്മൾ എത്തുന്നുണ്ടെന്നുള്ളതാണ്. അത് അവർ പോലും അറിയുന്നില്ല. സോ മറ്റുള്ളവരുടെ കഴിവിനെ നമ്മൾ താഴ്ത്തി കാണാതെ, നമുക്ക് ആ കഴിവില്ല എങ്കിൽ മറ്റുള്ളവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ എല്ലാവരോടുമാണ് പറയുന്നത്, എന്നോടുകൂടിയാണ് പറയുന്നത്. നമ്മൾ ഇൻറ്റൻഷനലി ആരെയും ഹേർട്ട് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് അവരുടെ ഇഷ്ടത്തിനെ വിടുക. നമ്മൾ സപ്പോർട്ടൊന്നും ചെയ്യണ്ട, പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് കുറ്റപ്പെടുത്തിയോ അല്ലെങ്കിൽ കളിയാക്കിയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ പേരും നമ്മുടെ ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകേണ്ട അവസ്ഥ വരുന്നത്. സോ അങ്ങനെ ആരും ഉപേക്ഷിച്ച് പോകരുത്. ഞാൻ എൻ്റെ ഒരു സ്റ്റോറിയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരാൾക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞത് വെച്ചിട്ട് ചെയ്യാൻ തോന്നിയാലോ അല്ലെങ്കിൽ ഇതുവഴി നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഐ വിൽ ബി സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. സോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ഈ ഒരു ട്രിക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എൻ്റെ കാര്യത്തിൽ നന്നായിട്ട് നടന്നിട്ടുണ്ട്. നിങ്ങൾ ആരുടെയെങ്കിലും ചാനലിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ സക്സസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു തരുന്നതാണ്. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയ വീഡിയോ ആണോ വലിയ വീഡിയോ ആണോ എന്ന് എനിക്കറിയില്ല. നോർമലി സംസാരിക്കുന്ന പോലെ കാഷ്വലായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ് കേട്ടോ. കൂടെ തന്നെ ഞാൻ 1-2 കാര്യങ്ങളോട് പറയാം. കൂടുതൽ പേരോട് ചോദിക്കാറുണ്ട് എഡിറ്റ് ചെയ്യുന്ന ആപ്പ് ഏതാണ്, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, എഡിറ്റിംഗ് ഇഷ്ടമുള്ളവരുണ്ട്, ഡൗട്ട്സൊക്കെ കുറേ പേർക്കുണ്ട്. ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യുന്നത് വീറ്റ ആപ്ലിക്കേഷനിലാണ്. ഞാനിപ്പോൾ കറൻലി മാക്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അതിനകത്ത് CapCut പ്രീമിയം എടുത്തിട്ടുണ്ട്. ബട്ട് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഈവൻ ഈ വീഡിയോ പോലും ഞാൻ ചിലപ്പോൾ വീഡിയോയിലായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്, എനിക്ക് കറക്റ്റ് അറിയില്ല. സംടൈംസ് എനിക്ക് ടൈം കിട്ടുവാണെങ്കിൽ മാത്രമാണ് ഞാൻ പ്രീമിയത്തിൽ എഡിറ്റ് ചെയ്യാൻ പോകുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഫോണിൽ തന്നെ യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ശീലമായി. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് വേണമെന്നോ മാക്ബുക്ക് വേണമെന്നോ പ്രീമിയം വേർഷൻസ് ആപ്പ് വേണമെന്നോ ഒന്നുമില്ല. നോർമൽ ഒരു ഫോണും ഒരു ഇൻഷോട്ടും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാം. പിന്നെ എപ്പോഴും നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള മാത്രം പാട്ടുകൾ കാണിക്കുക, ആവശ്യമില്ലാത്തതൊക്കെ ട്രിം ആൻഡ് കട്ട് ചെയ്യുക. നമ്മുടെ ലൈഫിൽ നിന്ന് അങ്ങനെ തന്നെ ആയിരിക്കണം. നമുക്ക് ആവശ്യമില്ലാത്തവരൊക്കെ ട്രിം ആൻഡ് കട്ട് ചെയ്ത് തന്നെ പോകണം. നമുക്ക് ആവശ്യമുള്ളവർ മാത്രം മതി. സെയിം ലൈഫ് നമ്മുടെ വീഡിയോസിലും നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം. നമുക്ക് വീഡിയോസിൽ കുറച്ച് ഒരു ഡിസിപ്ലിൻ ഇല്ലാന്ന് തോന്നുന്ന കുറച്ച് പാർട്സുകളൊക്കെ നമ്മൾ മാറ്റി എഡിറ്റ് ചെയ്യാം.
പിന്നെ അങ്ങനെയൊക്കെയാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ്. വിത്തൗട്ട് എനി ഫിൽറ്ററാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ചില സെഷൻസ് എത്തുമ്പോഴാണ് എന്തെങ്കിലും ഒരു ഫിൽറ്റർ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ. നേരം ഇരുട്ടായി തുടങ്ങി. അപ്പോൾ കുറച്ചധികം സംസാരിച്ചെന്ന് തോന്നുന്നു. എന്നോട് സപ്പോർട്ട് ചെയ്തവരോടും സപ്പോർട്ട് ചെയ്യാത്തവരോടും ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരോടും ചെയ്യാത്തവരോടായിട്ട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും കൂടിയിട്ടാണ് എന്നതാ ഈ 0യിൽ നിന്ന് നമ്മൾ 5K ഫാമിലിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. സോ എല്ലാവരോടും ഭയങ്കര നന്ദിയാണ് പറയാനുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ കേസ് ഈസ് ദർ എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് മോണിറ്റൈസേഷൻ ഫീച്ചേഴ്സ് ഓർ എനിത്തിങ്, നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. നമുക്കിനി അടുത്ത വ്ലോഗിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.